നമസ്കാരം. 24 റൗണ്ട് അപ്പിലേക്ക് വിശദമായി. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ വീഴ്ച. പരിക്കേറ്റ 11 വയസ്സുകാരന്റെ തലയിൽ തുന്നിലിട്ടത് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ. ജനറേറ്ററിൽ ഡീസൽ ഇല്ല എന്നായിരുന്നു ആശുപത്രി അധികൃതർ നൽകിയ വിശദീകരണം. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതരുടെ പ്രതികരണം ആരാഞ്ഞിരുന്നു. എന്താണ് അവർ നൽകുന്ന മറുപടി? ടോബി, നിലവിൽ ആശുപത്രിയുടെ പ്രതികരണം ലഭിച്ചിട്ടില്ല. അവിടെയുള്ള ജീവനക്കാർ ഈ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞ കാര്യമാണ് ഈ ജനറേറ്ററിൽ ഡീസൽ ഇല്ല എന്നുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വീണ് തലയ്ക്ക് പരിക്കേറ്റ ഈ ചെമ്പ് സ്വദേശിയായിട്ടുള്ള 11 വയസ്സുകാരനെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ, കാഷ്വാലിറ്റിയിൽ എത്തിച്ചപ്പോൾ തന്നെ സ്റ്റിച്ച് ഇടാനുള്ള നിർദ്ദേശം ഡോക്ടർമാർ നൽകി. ആ സമയത്ത് കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡ്രസ്സിംഗ് റൂമിലോ വൈദ്യുതി ഇല്ലായിരുന്നു. തുടർന്ന് ഡ്രസ്സിംഗ് റൂമിന്റെ പുറത്തുള്ള കട്ടിലിൽ ഇരുത്തിയാണ് ഈ സ്റ്റിച്ച് ഇടാൻ വേണ്ടി തയ്യാറായത്. അപ്പോൾ അവിടെയും വെട്ടമില്ലാത്തത് കൊണ്ട്, വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കറണ്ട് ഇല്ലേ എന്ന് അവർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ജനറേറ്റർ ഓണാക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ജനറേറ്ററിൽ ഡീസൽ ഇല്ല എന്ന് ഈ ജീവനക്കാർ മറുപടി ഈ മാതാപിതാക്കൾക്ക് നൽകിയത്. അതിനുശേഷം മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ഈ കുട്ടിയുടെ തലയിൽ സ്റ്റിച്ചിട്ടത്, തുന്നൽക്കെട്ടലിട്ടത്. എന്തായാലും ഈ വിഷയം വലിയ ഒരു ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ട് ഒരു വലിയ വീഴ്ചയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനോടൊപ്പം തന്നെ പല പ്രതികരണങ്ങളും ആ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ഥിരമായി ഈ ആശുപത്രിയിൽ വെളിച്ചമില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ടെന്ന് അവിടെ വരുന്ന രോഗികളടക്കമുള്ളവർ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള നടപടി ഈ വിഷയത്തിൽ ആവശ്യമാണ്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആദായ നികുതി പരിധി ഉയർത്തി കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വമ്പൻ പ്രഖ്യാപനം. വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കി. 2 പുതിയ സ്ലാബുകൾ കൂടി ഉൾപ്പെടുത്തിയതിനൊപ്പം അടുത്തയാഴ്ച സമഗ്ര പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആദായ നികുതി ബിൽ അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. I reaffirm the commitment of the tax department to trust first, scrutinize later. I also propose to introduce the new income tax bill next week. രാജ്യത്ത് നികുതി പരിഷ്കാരങ്ങൾക്ക് ഒച്ചിഴയുന്ന വേഗമാണെന്ന വിമർശനം മറികടക്കാൻ ഇത്തവണ തീരുമാനിച്ചുറച്ചു തന്നെയായിരുന്നു ധനമന്ത്രി എത്തിയത്. പരിഷ്കരിച്ച നികുതി ബിൽ അടുത്തയാഴ്ച അവതരിപ്പിക്കും. നികുതിദായകരുടെ സൗകര്യം മാത്രം ലക്ഷ്യമിട്ട് ലളിതമായൊരു നികുതി നിയമമായിരിക്കും അതെന്നും ധനമന്ത്രി പറഞ്ഞു. വ്യക്തിഗത ആദായ നികുതി ഘടനയിലേക്ക് വന്നാൽ മധ്യവർഗത്തെ ഹാപ്പിയാക്കാനായി 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനക്കാരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. പുതിയ നികുതി ഘടനയിലേക്ക് മാറുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമാവുക. ശമ്പള വരുമാനക്കാരാണെങ്കിൽ 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചേർത്ത് 12.75 ലക്ഷം രൂപ വരെ നികുതി ഒഴിവ് ലഭിക്കും. പുതിയ നികുതി ഘടനയിൽ ഒരു സ്ലാബ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പുതുക്കിയ സ്ലാബുകളും നിരക്കുകളും ഇങ്ങനെ: പ്രതിമാസം 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതിയെപ്പറ്റി വ്യാകുലപ്പെടേണ്ട. എന്നാൽ പഴയ നികുതി സംവിധാനത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്കും മൂലധന വരുമാനത്തിനും ഇത് ബാധകമല്ല. മുതിർന്ന പൗരന്മാരുടെ TDS പരിധി 50,000-ൽ നിന്ന് 1 ലക്ഷമാക്കി ഉയർത്തി. വാടക ഇനത്തിലുള്ള നികുതി ഇളവിന്റെ വാർഷിക പരിധി 2.40 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം രൂപയാക്കി. കൂടുതൽ പേരെ നികുതി സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി റിട്ടേണുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി 2 നിന്ന് 4 വർഷമാക്കിയിട്ടുണ്ട്. ആദായ നികുതി ഇനത്തിൽ എത്ര തുക ലാഭിക്കാമെന്ന് ഉദാഹരണ സഹിതം ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ചെറിയ ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ രജിസ്ട്രേഷൻ കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കിയിട്ടുണ്ട്. 12,100,000 രൂപ വരുമാനമുള്ളയാൾ ആ അധിക 100 രൂപയ്ക്കായി വൻ തുക നികുതി അടയ്ക്കേണ്ടി വരുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഉപഭോഗം വർദ്ധിപ്പിച്ച് വളർച്ച കൂട്ടാനുള്ള ഞെട്ടിക്കുന്ന ഇളവുകളിലൂടെ പ്രത്യക്ഷ നികുതി ഇനത്തിൽ 1 ലക്ഷം കോടിയും പരോക്ഷ നികുതി ഇനത്തിൽ 2,600 കോടിയും സർക്കാരിന് നഷ്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. ബിസിനസ് ഡെസ്ക് 24. സ്വകാര്യവൽക്കരണത്തിനും നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനും ഊന്നൽ നൽകുന്നതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാം ബജറ്റ്. ഇൻഷുറൻസ് രംഗത്ത് 100% വിദേശ നിക്ഷേപം അനുവദിക്കുമെന്ന നിർണായക പ്രഖ്യാപനം ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തി. ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കാനും ബജറ്റിൽ തീരുമാനമുണ്ട്. ഇൻഷുറൻസ് മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ കഴിയുന്ന പ്രഖ്യാപനമാണ് ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്. ഇൻഷുറൻസ് രംഗത്ത് 100% വിദേശ നിക്ഷേപം അനുവദിക്കാനാണ് തീരുമാനം. നിലവിൽ വിദേശ നിക്ഷേപം 74%. 2047 എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷയെന്ന കേന്ദ്രത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ് പുതിയ നീക്കം. The FDI limit for the insurance sector will be raised from 74 to 100%.
This enhanced limit will be available for those companies which invest the entire premium in India. The current guardrails and conditionalities associated with foreign investment will be reviewed and simplified. വിദേശ കമ്പനികൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ നേരിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാമെന്ന അവസ്ഥ വന്നതോടെ വിപണിയിൽ മത്സരം കടുക്കും. പ്രീമിയം തുകയിലടക്കം പ്രതിഫലനമുണ്ടായാൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യും. അതേസമയം രാജ്യത്തെ പ്രമുഖ സ്ഥാപനങ്ങളായ LIC, SBI ലൈഫ് തുടങ്ങിയവ പുതിയ മത്സരം നേരിടേണ്ടി വരും. എന്നാൽ പ്രീമിയം തുക രാജ്യത്ത് തന്നെ നിക്ഷേപം നടത്തണമെന്ന് വ്യവസ്ഥയുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുമെന്നും ആറ്റോമിക് ആക്ടിൽ ഭേദഗതി വരുത്തുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. For an active partnership with the private sector towards this goal, amendments to the Atomic Energy Act and the Civil Liability for Nuclear Damage Act will be taken up. 100 ഗിഗാവാട്ടിന്റെ ആണവ നിലയങ്ങളും പ്രഖ്യാപനത്തിലുണ്ട്. വികസിത് ഭാരത് പദ്ധതിക്കായുള്ള ആണവോർജ്ജ ദൗത്യത്തിന്റെ ഭാഗമായാണ് നടപടി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായി സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പയായി 1.5 ലക്ഷം കോടി രൂപ നീക്കിവെക്കും എന്നാണ് മറ്റൊരു പ്രഖ്യാപനം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് കീഴിലുള്ള പദ്ധതി ആസൂത്രണത്തെ സഹായിക്കുന്നതിനായി PM ഗതിശക്തി പോർട്ടൽ സ്വകാര്യ മേഖലയ്ക്ക് ഡാറ്റ ആക്സസ് നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ ബജറ്റിലും ജനങ്ങളുടെ കയ്യിൽ പണമെത്തിക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കണ്ടെത്തിയിരിക്കുന്ന കുറുക്കുവഴി സ്വകാര്യ പങ്കാളിത്തവും നേരിട്ടുള്ള വിദേശ നിക്ഷേപവുമാണ്. ഈ ശൈലിക്ക് തുടക്കം കുറിച്ച കോൺഗ്രസ് ആകട്ടെ ഇതിനെ പിന്തുണയ്ക്കാനും എതിർക്കാനും കഴിയാതെ പ്രതിസന്ധിയിലാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് പ്രത്യേക സഹായം ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. വിഴിഞ്ഞം വികസനം, എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ പരാമർശം പോലും ഇല്ലാത്തതും കേരളത്തെ നിരാശപ്പെടുത്തി. സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ബജറ്റിനെ വിമർശിച്ച് രംഗത്തെത്തി. സാമ്പത്തിക പിരിമുറുക്കം മറികടക്കാൻ 24,000 കോടിയുടെ പാക്കേജ്. ഇതായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യം. അതിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസ പാക്കേജിലേക്ക് കേരളം സഹായം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുമില്ല. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് പാക്കേജ്, എയിംസ് തുടങ്ങിയ ആവശ്യങ്ങളും പരിഗണിച്ചില്ല. വിദ്യാഭ്യാസ മേഖലയിലടക്കം ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നേട്ടമാകില്ലെന്നും വിലയിരുത്തൽ. വിദ്യാലയങ്ങളിൽ ഇന്റർനെറ്റ് ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ കേരളം നേരത്തെ നടപ്പാക്കിയതാണ്. കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്. അതിനകത്തൊന്നും പറഞ്ഞില്ല. ഇതിങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റ നിരാശാജനകമാണെന്ന് കേരളം നേടിയ പുരോഗതി മുൻനിർത്തി ശിക്ഷിച്ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമുയർത്തി. നിരാശാജനകമായ രീതിയിലാണ് ബജറ്റ് കേരളത്തെ സമീപിച്ചിരിക്കുന്നത്. വയനാട് പാക്കേജ് പോലും നമുക്ക് തന്നില്ല. സംസ്ഥാനം എന്നുള്ളൊരു പരാമർശം പോലും ഇല്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത്. IIT-കളുടെ വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ പാലക്കാട് IIT-ക്കും നേട്ടമുണ്ടാകും എന്നുള്ളതാണ് ഏക ആശ്വാസം. സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുടനീളമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതുമാത്രമല്ല, കേരളവും കേന്ദ്രവും തമ്മിലുള്ള മറ്റൊരു തുറന്ന പോരിനുകൂടിയാണ് ബജറ്റിലൂടെ കളമൊരുങ്ങുന്നത്. അച്യുതൻ, 24, ഡൽഹി. കേന്ദ്ര ബജറ്റ് ദിനത്തിൽ വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ആദ്യം സഹായം നൽകുന്നത്. കേരളം പിന്നാക്കമാണോ എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും ജോർജ് കുര്യൻ. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല. ഗവൺമെന്റ് അല്ലല്ലോ. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറയാറില്ലേ? അതിന് മുതലാളിമാർ ചോദിക്കും, ഞങ്ങൾ മുതലാളിമാരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവരെന്ത് ചെയ്യും? അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഞങ്ങൾക്കും വേണം എന്ന് പാവപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദായ നികുതിയിലെ ഇളവ് മാറ്റി നിർത്തിയാൽ കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിലില്ല. ടൂറിസം മേഖലയിൽ 50 പുതിയ പദ്ധതികൾ തുടങ്ങും. AI അധിഷ്ഠിത പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു.
Kisan credit cards facilitate short-term loans for 7.7 crore farmers, fishermen and dairy farmers. The loan limit under modified interest subvention scheme will be enhanced from 3 lakh rupees to 5 lakh rupees for loans taken through the KCC. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും വമ്പൻ പദ്ധതികളില്ല. കാർഷികോൽപാദനം കൂട്ടുന്നതിനും മികച്ച സംഭരണ സംവിധാനം ഉറപ്പാക്കുന്നതിനും സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതി. Prime Minister Dhan Dhanya Krishi Yojana, developing agri-districts program. Motivated by the success of the aspirational district program, our government will undertake a Prime Minister Dhan Dhanya Krishi Yojana in partnership with states. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കി ഉയർത്തി. 100 ജില്ലകൾ കേന്ദ്രീകരിച്ച് കാർഷിക ഉൽപാദനം ത്വരിതപ്പെടുത്തും. എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ സെന്ററുകൾ തുടങ്ങുമെന്നതാണ് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രഖ്യാപനം. Cancer centers in all district hospitals. Our government will facilitate setting up of daycare cancer centers in all district hospitals in the next 3 years. ഒരു വർഷത്തിനുള്ളിൽ 10,000 മെഡിക്കൽ സീറ്റുകൾ കൂട്ടും. 8 കോടി കുഞ്ഞുങ്ങൾക്കായി പോഷകാഹാരത്തിന് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി. ഗ്രാമീണ വിദ്യാലയങ്ങളിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ലഭ്യമാക്കും. കുട്ടികളുടെ ചിന്താശേഷി ശക്തിപ്പെടുത്താൻ രാജ്യത്തെ സ്കൂളുകളിൽ അഡൽട്ട് ടിങ്കറിംഗ് ലബോറട്ടറീസ്. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും 500 കോടി രൂപ വകയിരുത്തി. 100 കോടി ചെലവിൽ AI-ക്കായി മികവിന്റെ 5 കേന്ദ്രങ്ങളും സ്ഥാപിക്കും. പ്രതിരോധ മേഖലയ്ക്കാണ് കൂടുതൽ നീക്കിയിരിപ്പ്. 4,90,000 കോടി. കാർഷിക മേഖലയ്ക്ക് 1,71,000 കോടി. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1,28,000 കോടി. ആരോഗ്യ മേഖലയ്ക്ക് 98,000 കോടി രൂപയും വകയിരുത്തി. 24 ഡൽഹി. ഈ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ബീഹാറിന് ബജറ്റിൽ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ. കാർഷിക ഭക്ഷ്യമേഖലകളിൽ ബീഹാറിന് മാത്രമായി പ്രത്യേകം പദ്ധതികളുണ്ട്. ആദായ നികുതിയിലെ ഇളവ് അടുത്ത ദിവസം പോളിംഗ് ബൂത്തിലെത്തുന്ന ഡൽഹിയെയും സ്വാധീനിക്കും. എന്തുകൊണ്ട് ബീഹാറിന് മാത്രം കേന്ദ്ര ബജറ്റിൽ കൈയയച്ച് സഹായം? ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കാരണമെന്ന് രാഷ്ട്രീയ ഉത്തരം. താമരക്കുരു കൃഷി പ്രോത്സാഹിപ്പിക്കാനായി കർഷകർക്കായി മഖാന ബോർഡ് ആരംഭിക്കുമെന്നതായിരുന്നു ബീഹാറിനായി ബജറ്റിലെ ആദ്യ പ്രഖ്യാപനം. For this, there is a special opportunity for the people of Bihar. A Maqana board will be established in the state to improve production, processing, value addition and marketing of Maqana. പട്ന വിമാനത്താവളം നവീകരിക്കുന്നതിനായി പ്രത്യേക വിഹിതം. ബീഹാറിലെ മിഥിലാഞ്ചൽ കനാൽ പദ്ധതി. IIT പട്ന വിപുലീകരിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി. ഇങ്ങനെ നീളുന്നു ബജറ്റിലെ ബീഹാർ പട്ടിക. മാത്രമല്ല, മിഥില മേഖലയിലെ മധുബനി കലാശൈലിയിലുള്ള സാരിയുടുത്ത് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചതും ശ്രദ്ധേയം. അടുത്ത ആഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിക്കായി പ്രത്യേകം പദ്ധതികളില്ല. എങ്കിലും ആദായ നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചത് മധ്യവർഗ കുടുംബങ്ങളും സർക്കാർ ജീവനക്കാരും ഏറെയുള്ള ഡൽഹിയെ സ്വാധീനിക്കും. ബജറ്റ് അവതരിപ്പിക്കാൻ മധുബനി സാരി ധരിച്ചെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആ കലയെ മാത്രമല്ല ബീഹാറിനെയും ബജറ്റിൽ ചേർത്തു നിർത്തിയിരുന്നു. വിനീത വിജി, 24 ഡൽഹി. മറ്റു വാർത്തകളിലേക്ക്. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ മാതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. ശ്രീധുവിന് പണം നൽകിയ 3 പേരെ പോലീസ് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. ദേവസ്വം ബോർഡിൽ ജോലി നൽകാം എന്ന് പറഞ്ഞ ശ്രീധു പണം തട്ടിയതായി പോലീസിന് മൊഴി കിട്ടി. കുട്ടിയുടെ കൊലപാതകത്തിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി. അജീഷ്, ഈ മൊഴിയെടുപ്പിൽ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അജീഷ്? ഉന്മേഷ്, എന്തായാലും ഈ കൊലപാതകത്തിന്റെ കാരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ കൂടി ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഈ മരിച്ച കുഞ്ഞിന്റെ അമ്മ ശ്രീധു ഈ നാട്ടിൽ പറഞ്ഞിരുന്നത് താൻ ദേവസ്വം ബോർഡിലെ സ്ഥിരം ജീവനക്കാരിയാണെന്നാണ്. നിലവരെ 6 മാസം മാത്രമാണ് ദേവസ്വം ബോർഡിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നത്. ഈ സ്ഥിരം ജോലി ഉണ്ടെന്ന് പറഞ്ഞവർ പലരിൽ നിന്നായി പണം വാങ്ങിയതായി പോലീസിന് ബോധ്യമായി. ഇവർ കൊല നടന്ന ഈ വീടിന്റെ എതിർവശം ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ PT അംഗങ്ങളടക്കം ഇവർക്ക് പണം നൽകിയിരുന്നു. ആ നാട്ടിലെ മറ്റു ചില ആളുകളും പണം നൽകിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഈ പണമിടപാടിൽ എന്തെങ്കിലും ഈ കൊലയുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പണം നൽകിയവരുടെ മൊഴി
പോലീസ് രേഖപ്പെടുത്തുന്നത്. നാളെയും ഈ മൊഴിയെടുപ്പ് തുടരും. ഇതുവരെയ്ക്കും ഈ മൊഴിയെടുപ്പിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്ത് വിട്ടിട്ടില്ല. ഇപ്പോഴും ആ മൊഴിയെടുപ്പ് നടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ ചിലപ്പോൾ ഈ ശ്രീധുവിനെയും പോലീസ് ചോദ്യം ചെയ്തെന്ന് വരും. ഈ കഴിഞ്ഞ ദിവസം ഈ ജോത്സ്യനെ, തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായ ജോത്സ്യനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇന്നും അദ്ദേഹത്തെ തിരുവനന്തപുരം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അയാൾക്ക് എന്തെങ്കിലും ഈ ശ്രീധുവുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് ഈ കൊലയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും പോലീസ് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റു മേഖലകളിൽ കൂടി വ്യാപിക്കാനാണ് സാധ്യത. അജീഷ് ശിവകുമാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. മുനമ്പം ഭൂമി തർക്കത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. കമ്മീഷൻ പ്രവർത്തനം ചോദ്യം ചെയ്തുള്ള ഹൈക്കോടതിയിലെ കേസ് തീർപ്പാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. നിയമപ്രകാരമാണ് കമ്മീഷൻ പ്രവർത്തനമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ പ്രതികരിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ അധ്യക്ഷനായ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ ചോദ്യം ചെയ്ത വഖഫ് സംരക്ഷണ സമിതിയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കേസ് പരിഗണിച്ച കോടതി എന്തടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്ന് ചോദിച്ചു. എന്നാൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. വസ്തുത സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്നും മുനമ്പത്ത് ഭൂമി കൈവശം വെച്ചവരുടെ താൽപര്യ സംരക്ഷണമാണ് കമ്മീഷന്റെ പരിശോധനാ വിഷയമെന്നും സംസ്ഥാന സർക്കാർ. ഇതിന് പിന്നാലെയാണ് കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നത്. കമ്മീഷന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തുള്ള ഹൈക്കോടതിയിലെ കേസ് തീർപ്പാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. കമ്മീഷന്റെ പ്രവർത്തനം നിയമപ്രകാരമാണെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കമ്മീഷൻ എൻക്വയറി ആക്ട് അനുസരിച്ചാണ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കമ്മീഷന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെയാണ്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതി. ഉടനടി തന്നെ ഗവൺമെന്റ് ഈ പ്രശ്നം ഇതെല്ലാം പരിശോധിച്ച് ഗവൺമെന്റ് ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിച്ചു തരണം. കാരണം ഞങ്ങൾ കോടതിയുടെ ഉത്തരവാദിത്തത്തോടുകൂടി ജഡ്ജി പുറപ്പെടുവിച്ച രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഭൂമി വാങ്ങിച്ചത്. അപ്പൊ ഗവൺമെന്റാണ് പ്രശ്നം പരിഹരിക്കേണ്ടത്. ഫെബ്രുവരി അവസാനത്തോടെയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി തീരുമാനത്തിന് ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ. 24 കൊച്ചി. ആലപ്പുഴ മാന്നാർ ചെന്നിത്തലയിൽ വൃദ്ധരായ മാതാപിതാക്കളെ മകൻ തീകൊളുത്തിക്കൊന്നു. 92 വയസ്സുള്ള രാഘവനും ഭാര്യ ഭാരതിക്കുമാണ് ദാരുണാന്ത്യം. സ്വത്ത് എഴുതി നൽകാത്തതിന്റെ പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് മകൻ വിജയൻ കുറ്റസമ്മതം നടത്തി. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് വീട്ടിൽ നിന്ന് തീ ആളിപ്പടരുന്നത് അയൽവാസികൾ കാണുന്നത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു. പിന്നാലെ ഫയർഫോഴ്സും എത്തി. അപ്പോഴേക്കും രാഘവനും ഭാരതിയും പൂർണ്ണമായും കത്തിക്കരിഞ്ഞു. വെളുപ്പിനെയായപ്പോൾ ഭയങ്കര വെട്ടം വന്നു ജനലുകളുടെ ഗ്ലാസ്സിനകത്ത്. ആ വെട്ടം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരുണ്ട് ഇറങ്ങി നോക്കി വരണം. ഭയങ്കര തീ ആളിക്കത്തുക. അത് കെടുത്താൻ ഒരു നിവർത്തിയില്ല. ഞാൻ അലർക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, അല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടിൻഷീറ്റിനാൽ മറച്ച 2 മുറി മാത്രമുള്ള ചെറിയ വീടും കത്തിയമർന്നു. വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന മകൻ 60 വയസ്സുള്ള വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. സ്വത്തിനു വേണ്ടി മാതാപിതാക്കളെ നിരന്തരം ഉപദ്രവിച്ചിരുന്ന വിജയൻ ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. കൊലക്കുറ്റത്തിനാണ് വിജയനെതിരെ പോലീസ് കേസെടുത്തത്. മോട്ടീവായ എലിമിനേഷൻ തന്നെ. കാരണം ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു. എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഈവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സൂയിസൈഡ് ഉണ്ടാകുമായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. സംസ്കാരം നാളെ നടക്കും. 24 ആലപ്പുഴ. വയനാട് വെള്ളമുണ്ടയിലെ അതിഥി തൊഴിലാളിയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിച്ച് പോലീസ്. ഉത്തർപ്രദേശ് സഹറാൻപൂർ സ്വദേശികളായ മുഹമ്മദ് ആരിഫ്, ഭാര്യ സൈനബ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തിൽ തോർത്തുമുറുക്കിയാണ് മുഖീം അഹമ്മദിനെ കൊലപ്പെടുത്തിയത്. സുർജിത്ത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രിയിലാണ് വയനാട് വെള്ളമുണ്ടയിൽ നിന്ന് ഈ അരുംകൊലയുടെ വാർത്ത പുറത്തുവരുന്നത്. ഇതിൽ കൊല്ലപ്പെട്ട മുഖീം അഹമ്മദും ഒപ്പം തന്നെ ഈ കൊലപാതകം നടത്തിയ ആരിഫ് മുഹമ്മദും സുഹൃത്തുക്കളായിരുന്നു. ഇവർ ഒരുമിച്ച് പെയിന്റിംഗ് ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അതായത് വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ പെയിന്റിംഗ് ജോലി ഒരുമിച്ച് ചെയ്തിരുന്ന ആളുകളാണ്. 10 വർഷമായി ഇവർ പല ഘട്ടങ്ങളിലായി ഇവിടെയുണ്ട്. സഹറാൻപൂർ, അതായത് ഉത്തർപ്രദേശിലെ സഹറാൻപൂർ സ്വദേശികളാണ് ഇവർ. ഇതിനുശേഷം ഈ 7 മാസം മുമ്പാണ് ഭാര്യയുമായി വെള്ളിലാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്വാർട്ടേഴ്സിൽ ആരിഫ് താമസം തുടങ്ങുന്നത്. ഇവിടെ നിത്യ സന്ദർശകനായിരുന്നു മുഖീം എന്ന് പറയുന്ന അയാൾ. അതിലെ ഒരു ക്വാർട്ടേഴ്സിലെ ഒരു മുറിയിൽ ഇയാൾ താമസിച്ചിരുന്നു എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഈ ഭാര്യയുമായി മറ്റൊരു തരത്തിലുള്ള ബന്ധം
ഉണ്ട് എന്നുള്ള തരത്തിലാണ് ആ ഒരു സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് മുഖീമിനെ ഭാര്യയെ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ വിളിച്ചു വരുത്തുന്നത്. ഇയാൾ വിളിച്ചു വരുത്തിയ ശേഷം ഭാര്യയും ഈ ഭാര്യയായിട്ടുള്ള സൈനബും ഒപ്പം തന്നെ ഈ മുഖീമും സംസാരിച്ചിരിക്കുമ്പോൾ പിറകിലൂടെ എത്തി ഈ കഴുത്തിൽ തോർത്തിട്ട് മുറുക്കിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കൊലപാതകം നടത്തിയ ശേഷം വൈകിട്ട് ഒരു 3 മണിയോട് കൂടിയാണ് ഇയാൾ ഈ മൃതദേഹം അറുക്കാൻ തുടങ്ങുന്നത്. അതായത് വിവിധ കഷ്ണങ്ങളാക്കുകയായിരുന്നു. ഇതിനായി പുതിയൊരു കത്തിയും വാങ്ങിയിരുന്നു. ഇതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഭാര്യ സൈനബാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് കൊലയ്ക്ക് ശേഷം മൃതദേഹം മാലിന്യം എന്നുള്ള നിലയിൽ 2 ബാഗുകളിലാക്കി ഇത് നേരെ കൊണ്ടുപോകുന്നത് അടുത്ത ഒരു പ്രദേശത്തേക്കാണ്. ക്വാർട്ടേഴ്സിന്റെ 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശത്തേക്ക് ഒരു പെട്ടി ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് മാലിന്യം എന്നുള്ള നിലയിൽ ഇത് 2 മേഖലകളിലേക്കായി വലിച്ചെറിഞ്ഞു. അതായത് ഈ പാലത്തിനടുത്ത് തന്നെയാണ് വലിച്ചെറിഞ്ഞത്. ഇതിൽ സംശയം തോന്നിയ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ വിവരം ഓട്ടോ ഉടമയോട് അറിയിക്കുന്നത്. ഇത് അനുസരിച്ച് വെള്ളമുണ്ട സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ഇതിൽ മൃതദേഹ അവശിഷ്ടങ്ങളാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഴുതടച്ച അന്വേഷണം നടത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തത്. തൊണ്ടർനാട് പോലീസും വെള്ളമുണ്ട പോലീസും സംയുക്തമായാണ് കേസ് അന്വേഷിച്ചത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. BDJS NDA വിടുമെന്ന വാർത്ത വെറും പുകയെന്ന് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. എന്നാൽ BDJS NDA മുന്നണിക്കൊപ്പം തുടരും. മുന്നണിയിൽ അർഹമായ പരിഗണന കിട്ടുന്നുണ്ട്. BDJSന് കൂടുതൽ സ്ഥാനങ്ങൾക്ക് അർഹതയുണ്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. BJP അവഗണിക്കുകയാണെന്നും NDA വിടണമെന്നും BDJS കോട്ടയം ജില്ലാ പഠന ക്യാമ്പിൽ ആവശ്യമുയർന്നിരുന്നു. ഇതോടെയാണ് അടിയന്തരമായി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. ചില പ്രാദേശിക നേതാക്കൾ മുന്നണി ബന്ധത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. NDA വിടണമെന്ന് BDJS പ്രമേയം പാസാക്കിയെന്ന വാർത്ത തുഷാർ വെള്ളാപ്പള്ളി നിഷേധിച്ചു. NDAയുടെ ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ NDAയുടെ ഒപ്പം തന്നെ തുടരും. NDAയുമായിട്ടുള്ള യാതൊരു അഭിപ്രായത്തിലും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ മദ്യനയവും യോഗത്തിൽ ചർച്ചയായി. പാലക്കാട് വൻകിട മദ്യനിർമ്മാണശാല കൊണ്ടുവരാനുള്ള നീക്കം അനുവദിക്കില്ല. നീക്കത്തിനെതിരെ BDJS സമര പരിപാടികൾ ആലോചിക്കുകയാണ്. പാലക്കാട് ഒരു കാരണവശാലും ആ ഡിസ്റ്റിലറി വരുന്നത് അനുവദിച്ചു കൊടുക്കാൻ ഒരിക്കലും BDJS തയ്യാറാവില്ല. അതിന്റെ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ NDAയ്ക്കൊപ്പം BDJS ഉണ്ടാകും. എന്നാൽ മുന്നണിയിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല എന്നാണ് BDJSലെ ഏറിയ അംഗങ്ങളുടെയും വികാരം. 24 ആലപ്പുഴ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട് 8 MLA-മാരും BJPയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. വരും ദിവസങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിൽ സജീവമാകുമെന്ന് രാജിവെച്ച MLA-മാർ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതാണ് രാജിക്ക് കാരണം. എറണാകുളം ചോറ്റാനിക്കരയിൽ ക്രൂരമർദ്ദനമേറ്റ് മരിച്ച പോക്സോ അതിജീവിതയായ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. പ്രതി അനൂപിനെതിരെ നരഹത്യാക്കുറ്റം ചുമത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. കഴുത്തിൽ ഷാൾ കുരുക്കിയതാണ് മസ്തിഷ്ക മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിദാരുണം, അതിക്രൂരം. 19-കാരിയുടെ മരണത്തെ വിശേഷിപ്പിക്കാൻ മറ്റൊന്നുമില്ല. സ്വന്തം ജീവനെപ്പോലെ വിശ്വസിച്ച ആൺ സുഹൃത്താണ് 19-കാരിയെ മരണത്തിലേക്ക് നയിച്ചത്. ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ. ലൈംഗിക അതിക്രമത്തിനും ശ്രമം നടന്നു. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിക്ക് വൈദ്യസഹായവും പ്രതി അനൂപ് നിഷേധിച്ചു. സ്ട്രാങ്കുലേഷനാണ്, പക്ഷേ പ്രതി ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. ബ്രെയിൻ ഡെത്ത് ആദ്യമേ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃത്യസമയത്തുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാത്തതാണ് പ്രധാനമായിട്ടും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള റീസൺ. കുറ്റകരമായ നരഹത്യ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കി കൂടുതലായിട്ടും കുറച്ചും കൂടി കാര്യമായിട്ട് ലാബ് റിസൾട്ടും കൂടി കൂട്ടിയിട്ട് ബാക്കി അന്വേഷണം. ശനിയാഴ്ചയാണ് അനൂപ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. ഞായറാഴ്ച രാത്രി ഇയാൾ വീണ്ടും പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്തെത്തി. വീട്ടിൽ ലൈറ്റ് കണ്ടതിനാൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പിച്ച ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവിട്ട 2 സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്യും. അനൂപിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. അനൂപിന് വേണ്ടിയാണ് ആ പെൺകുട്ടി നിരന്തരം അമ്മയോട് കലഹിച്ചിരുന്നത്. ഒടുവിൽ അയാൾ തന്നെ അതിക്രൂരമായി മർദ്ദിച്ചവളെ മരണത്തിലേക്ക് തള്ളിയിട്ടു. അനൂപിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.
എറണാകുളം തൃപ്പൂണിത്തുറയിൽ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ മിഹിർ അഹമ്മദ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പ്രാഥമിക പരിശോധന നടത്തി. കേസിൽ വിശദമൊഴി നൽകാൻ വിദ്യാർത്ഥിയുടെ മാതാവ് നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് വകുപ്പ് തല അന്വേഷണം. സ്കൂളിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കും. 2 ദിവസത്തിനകം റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കും. മിഹിർ അഹമ്മദിന്റെ മാതാവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം തുടങ്ങി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട SFI ഗ്ലോബൽ സ്കൂളിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. സ്കൂൾ ക്യാമ്പസുകൾക്കകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് നിലവിൽ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആരോപണം. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ഇതിനകത്ത് കുറ്റക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവവും കേരളത്തിൽ നിന്നല്ല ഒരിടത്തും ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. മിഹിറിന്റെ മാതാവ് നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകും. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ കൈമാറുമെന്ന് കുടുംബം വ്യക്തമാക്കി. 24 കൊച്ചി. കേരളത്തിൽ നിന്ന് ആശുപത്രി മാലിന്യവുമായി തമിഴ്നാട്ടിലേക്ക് എത്തിയ ലോറി പിടികൂടി. തിരുപ്പൂർ പല്ലടത്ത് വെച്ച് നാട്ടുകാരാണ് ലോറി പിടികൂടിയത്. ലോറിയിലുണ്ടായിരുന്ന 3 പേരെ കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് നിന്ന് പല്ലടത്തെ ഗോഡൌണിലേക്ക് ആശുപത്രി മാലിന്യം ഉൾപ്പെടെ എത്തിച്ച ലോറിയാണ് നാട്ടുകാർ തടഞ്ഞത്. പല്ലടം സ്വദേശി പൊന്നുസ്വാമിയുടെ ഗോഡൌണിലേക്കാണ് ലോറി വന്നത്. പൊന്നുസ്വാമിയുമായി ഉണ്ടാക്കിയ കരാറിന്മേൽ കഴിഞ്ഞ 6 മാസമായി ഇവിടെ കേരളത്തിൽ നിന്നുള്ള മാലിന്യം എത്തിക്കുന്നുണ്ട്. മാലിന്യം രാത്രി കത്തിക്കാറാണ് പതിവ്. പലതവണ പരാതിപ്പെട്ടിട്ടും പോലീസ് നടപടിയെടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ. എനിക്ക് വേണ്ടാണ്ട് இன்னைக்கு കേരളക്കാരൻ அங்க இடமில்லைங்க இங்க தமிழ்நாட்டுல தனி வேஸ்ட் இது போடுறக்க நம்ம விட்டுருக்கறங்க. ലോറിയിൽ ഉണ്ടായിരുന്ന 3 പേരെയും നാട്ടുകാർ പോലീസിന് കൈമാറി. തമിഴ്നാട് സ്വദേശിയും മലയാളികളും ഇക്കൂട്ടത്തിലുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നേരത്തെ തമിഴ്നാടിന്റെ വിവിധ ജില്ലകളിൽ കേരളത്തിലെ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയതിൽ സംസ്ഥാനം പഴികേൽക്കുന്നതിനിടയിലാണ് നാണക്കേടുണ്ടാക്കുന്ന പുതിയ സംഭവം. 24 ചെന്നൈ. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കേന്ദ്ര ബജറ്റ് ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രമുള്ളതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ്നാടിന്റെ പേര് പോലും ധനമന്ത്രി പറഞ്ഞില്ല. നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും ഒന്നും അംഗീകരിക്കപ്പെട്ടില്ലെന്നും MK സ്റ്റാലിൻ. KSUവിന്റെ സംഘടനാ ചുമതല KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപന്. MLA-മാരായ സജീവ് ജോസഫും മാത്യു കുടനാടനും TN പ്രതാപനൊപ്പം. പോലീസ് സ്റ്റേഷൻ ബോംബെറിഞ്ഞ് തകർക്കുമെന്ന് ഭീഷണി മുഴക്കിയ കേസിൽ അറസ്റ്റിലായ തീക്കാറ്റ് സാജനെ തൃശൂരിലെത്തിച്ചു. ഒല്ലൂർ സ്റ്റേഷനിലെത്തിച്ച സാജനെ കോടതിയിൽ ഹാജരാക്കും. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ മാവോയിസ്റ്റുകളെ വധിച്ചു. സുരക്ഷാസേന വധിച്ചത് 8 മാവോയിസ്റ്റുകളെ. മലപ്പുറം മേലാറ്റൂരിൽ കുഴൽപ്പണ വേട്ട. വാഹനത്തിൽ കടത്തുകയായിരുന്ന 75 ലക്ഷത്തോളം രൂപ പോലീസ് പിടികൂടി. കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാർക്ക് യുവാക്കളുടെ മർദ്ദനം. സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾക്കിടെയാണ് സംഭവം. യുവാക്കളെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ വള്ളിക്കുന്നത്ത് 5 പേരെ കടിച്ച നായ ചത്തു. നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കോട്ടയത്ത് ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് വൻ മോഷണം. കുറുപ്പന്തറ സ്വദേശി സീവറിന്റെ വീട്ടിലായിരുന്നു മോഷണം. 20 പവൻ സ്വർണം കവർന്നെന്ന് പരാതി. എഴുത്തുകാരായ KR മീരയും ബെന്യാമിനും തമ്മിലുള്ള പോര് തുടരുന്നു. കോൺഗ്രസിനെ ഹിന്ദു മഹാസഭയും താരതമ്യം ചെയ്തതിനെ ചൊല്ലിയാണ് വിവാദം. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഗോഡ്സെയെ ആദരിച്ചു എന്ന പത്രവാർത്തയെ KR മീര വിമർശിച്ചിരുന്നു. ഗാന്ധിയെ തുടച്ചുമാറ്റാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെയല്ലേ ഹിന്ദു മഹാസഭ എന്നായിരുന്നു പോസ്റ്റ്. പിന്നാലെ എഴുത്തുകാരൻ ബെന്യാമിനും വിമർശനവുമായി എത്തി. KR മീര പറഞ്ഞത് ശുദ്ധ അസംബന്ധം. ഏതിനോട് താരതമ്യം ചെയ്യണമെന്ന് മീരയ്ക്കറിയില്ലെന്ന് ബെന്യാമിൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മീരയുടെ വിമർശനം ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണ്. അറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് അപകടമെന്നും ബെന്യാമിൻ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ ഒരു തെറ്റായ ധാരണ മീരയുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പ്രവർത്തിക്കുന്നത് വിമർശിക്കുന്നത് ഒക്കെ നമ്മളുടെ ചില മൂല്യങ്ങളുടെയും നമ്മളുടെ ചില വിചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. അത്തരം വ്യക്തി ഹത്യകളെയും വിചാരങ്ങളെയും ഒക്കെ
ഞാൻ തള്ളിക്കളയുന്നു. ഞാൻ അത്തരത്തിലുള്ള ഒരു സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല എന്ന് ഇവിടുത്തെ സമൂഹത്തിനറിയാം. കോൺഗ്രസിനെയും ഹിന്ദു മഹാസഭയെയും താരതമ്യം ചെയ്ത മീരയുടെ ഈ പോസ്റ്റിനെതിരെ കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്തെത്തി. ഇതേവരെ ഒരു ഗാന്ധിയുടെ ചിത്രം തൂക്കിയിട്ടില്ലാത്ത AKG സെന്ററിലെ കൂലി എഴുത്തുകാരാണ് കോൺഗ്രസിനെ വിമർശിക്കാൻ വരുന്നത് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ആരാച്ചാറാകാൻ KR മീര ഇവിടെ ഒരുങ്ങണ്ട. ബെന്യാമിന്റെ വിമർശനത്തിനും KR മീര മറുപടി നൽകി. ബെന്യാമിന് വിവരമില്ലായ്മയാണ്. ഗാന്ധി നിന്നക്കെതിരെ ശബ്ദിക്കാൻ ബെന്യാമിന് ചങ്കുറപ്പില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ അപ്പകഷ്ണം തനിക്ക് ആവശ്യമില്ല. കോൺഗ്രസിനെയും സംഘപരിവാറിനെയും സുഖിപ്പിക്കാനാണ് ബെന്യാമിൻ ശ്രമിക്കുന്നത്. സദാചാരത്തിന്റെ കാവലാളെന്ന് ബെന്യാമിൻ മേനി നടിക്കുകയാണെന്നും മീര ഫേസ്ബുക്കിലൂടെ മറുപടി നൽകി. 24 കോട്ടയം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പുതിയ നേട്ടത്തിലേക്ക്. ട്രയൽ റൺ തുടങ്ങിയ 6 മാസത്തിനുള്ളിൽ 3 ലക്ഷം TU ചരക്ക് കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം പുതിയ ചരിത്രം രചിച്ചത്. 180 കപ്പലുകളാണ് ഇതുവരെ ഇന്ത്യയുടെ പുതിയ സമുദ്ര വാണിജ്യ കവാടമായി മാറുന്ന വിഴിഞ്ഞത്തെത്തിയത്. ഇതിൽ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന 5 ചരക്ക് കപ്പലുകളും ഉൾപ്പെടും. ജനുവരിയിൽ മാത്രം 45 കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി. 85,000 TU കണ്ടെയ്നർ നീക്കമാണ് കഴിഞ്ഞ മാസം മാത്രം നടത്തിയത്. തൃശൂർ പാലപ്പിള്ളി എച്ചിപ്പാറയിൽ വീടിന് നേരെ കാട്ടാന ആക്രമണം. വീട്ടുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. ഒരാഴ്ച മുൻപ് ഇതേ വീടിന് പിന്നിലെ തൊഴുത്ത് ആനകൾ തകർത്തിരുന്നു. എച്ചിപ്പാറ തവരംകുന്ന് ബഷീറിന്റെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം. വീടിന്റെ ജനൽ കാട്ടാന തകർത്തു. വീട്ടുകാർ ഉറങ്ങിക്കിടന്ന സമയത്തായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ എണീറ്റ് മുറിയിൽ നിന്നും ഓടി മാറി. വീട്ടുപറമ്പിലെ വാഴകളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒരാഴ്ച മുമ്പും ആക്രമണമുണ്ടായി. സമീപത്തെ വീട്ടിലെ തെങ്ങും ആന പിഴുതെടുത്തു. മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ബഷീർ ആവശ്യപ്പെട്ടു. നമ്മൾ ഇവിടെ ജനല തുറന്നിട്ടിട്ട് ഇവിടെ ആനയെന്ന് പറഞ്ഞ വശം ഈ ആന തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് വന്ന് ഈ ജനലമേ പിടിച്ച് തകർന്നുകൂടി ജനലൊക്കെ തകർന്നു പോയി. ജീവിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കാണ് വരുന്നത്. ഓരോ ദിവസം ചെല്ലുന്നോറും നമ്മൾ ഭയപ്പെട്ടിട്ട് രാത്രി നമുക്ക് ഇറങ്ങാനോ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ആന അല്ലെങ്കിൽ പുലി അതല്ലെങ്കിൽ കുരങ്ങുകളെ കൊണ്ടും ഞാൻ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ എത്തിയില്ല. കാട്ടാനശല്യം മേഖലയിൽ രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റേഷൻ നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ്. കുറെ കാലഹരണപ്പെട്ട മരങ്ങൾ മുറിച്ചു മാറ്റി റീപ്ലാന്റിങ് ചെയ്യേണ്ടതുണ്ട്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ റീപ്ലാന്റേഷൻ ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. കാട്ടാനയ്ക്ക് പുറമെ കുരങ്ങിന്റെയും മലയണ്ണാന്റെയും ശല്യം പ്രദേശത്ത് രൂക്ഷമാണ്. കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. 24 തൃശൂർ. ചെന്നൈ ആവടിയിൽ ഗോൾ പോസ്റ്റ് മറിഞ്ഞ് വീണ് 7 വയസ്സുകാരൻ മരിച്ചു. വ്യോമസേന ജീവനക്കാരനായ രാജേഷിന്റെ മകൻ അദ്വികാണ് മരിച്ചത്. വ്യോമസേനയുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലായിരുന്നു സംഭവം. 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദ്വിക്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. US-ൽ വീണ്ടും വിമാനാപകടം. ഫിലാഡൽഫിയയിൽ ചെറു വിമാനം തകർന്നു വീണു. മെഡിക്കൽ ട്രാൻസ്പോർട്ട് പ്ലെയിനാണ് തകർന്നു വീണത്. 6 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പ്രാദേശിക സമയം വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം. രോഗിയായി കുഞ്ഞിനെയും കൊണ്ടുപോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിൽ കുഞ്ഞിനൊപ്പം അമ്മയും ആരോഗ്യ പ്രവർത്തകരും ഉണ്ടായിരുന്നു. കെട്ടിടങ്ങൾക്കിടയിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു. തിരുവനന്തപുരം വർക്കല അയിരൂരിൽ വൃദ്ധ മാതാപിതാക്കളെ വീടിന് പുറത്താക്കി ഗേറ്റ് പൂട്ടിയ സംഭവത്തിൽ മകൾക്കെതിരെ കേസ്. മാതാപിതാക്കളുടെ പരാതിയിലാണ് മകൾ സിജയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യനീതി വകുപ്പിന് മന്ത്രി ആർ ബിന്ദു നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമാണ് വർക്കല അയിരൂരിൽ വൃദ്ധ ദമ്പതികളായ സദാശിവനെയും സുഷമയെയും മകൾ സിജ വീടിന് പുറത്താക്കിയത്. സിജ ലോണെടുത്ത് നിർമ്മിച്ച വീട് ബാങ്ക് ജപ്തി ചെയ്യുമെന്ന ഘട്ടത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന വീട് വിറ്റ് മകളെ സഹായിച്ചതാണ് ഈ മാതാപിതാക്കൾ. പിന്നീട് പണം തിരികെ നൽകാമെന്ന് സമ്മതപത്രം എഴുതി നൽകി. മകൾക്കായി വീട് വിറ്റതിനാൽ സിജയ്ക്കൊപ്പമായിരുന്നു ഇരുവരുടെയും താമസം. പുതിയ വീട് വാങ്ങാൻ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോഴാണ് രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. നേരത്തെയും സമാന സംഭവം ഉണ്ടായപ്പോൾ അയിരൂർ പോലീസ് ഇടപെട്ട് പരിഹരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ കളക്ടറേറ്റിൽ പരാതി നൽകി. പണം തിരികെ നൽകണമെന്നും ഇരുവരെയും വീട്ടിൽ താമസിപ്പിക്കണമെന്നും നിർദ്ദേശം വന്നു. എന്നാൽ കളക്ടറേറ്റിൽ നിന്ന് ആദ്യം തിരികെ എത്തിയ സിജ മാതാപിതാക്കളെത്തും മുൻപേ കതകും ഗേറ്റും അടച്ചുപൂട്ടി. ഇരുവരുടെയും പരാതിയിൽ അയിരൂർ പോലീസാണ് കേസെടുത്തത്. വൃദ്ധ ദമ്പതികളെ ബന്ധുവീട്ടിലേക്ക് മാറ്റി. സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കും. വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും മെയിൻ്റനൻസ് ട്രിബ്യൂണൽ RDOയ്ക്കും മന്ത്രി ആർ ബിന്ദു നിർദ്ദേശം നൽകി. ദമ്പതികൾക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും മന്ത്രി ഉത്തരവിട്ടു. 24 തിരുവനന്തപുരം.
കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപ കാണാനില്ല എന്ന് കണ്ടെത്തിയ ഇന്റേണൽ വിജിലൻസ് നഗരസഭയിൽ നടന്ന മറ്റൊരു തട്ടിപ്പറഞ്ഞില്ല. 2.4 കോടി രൂപയുടെ പെൻഷൻ തട്ടിപ്പാണ് ഇന്റേണൽ വിജിലൻസ് കാണാതെ പോയത്. പരിശോധനയിൽ തട്ടിപ്പ് കണ്ടെത്തിയിരുന്നുവെങ്കിൽ തടയാൻ സാധിക്കുമായിരുന്നുവെന്നാണ് ഭരണപക്ഷം പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഷിക കണക്കുകൾ കൃത്യമാക്കാനാണ് ഇന്റേണൽ വിജിലൻസ് പരിശോധന നടത്തിയത്. ഇതുപ്രകാരം 2023 ഒക്ടോബർ 11 കോട്ടയം നഗരസഭയിലും പരിശോധന ആരംഭിച്ചു. ഈ പരിശോധനയിൽ കണക്കുകളിൽ വ്യത്യാസം കണ്ടതിനാൽ തുടർ പരിശോധനയ്ക്ക് 2023 ഡിസംബർ 22 ഉത്തരവിട്ടു. 2024 ഓഗസ്റ്റ് 6 ഇന്റേണൽ വിജിലൻസ് അന്തിമ റിപ്പോർട്ടും സമർപ്പിച്ചു. എന്നാൽ ഈ പരിശോധനാ കാലയളവിൽ നടന്ന പെൻഷൻ തട്ടിപ്പ് കണ്ടെത്താൻ വിജിലൻസിന് സാധിച്ചില്ല. പരിശോധനയിൽ ജീവനക്കാരനായ അഗത് സി വർഗീസ് നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പ് കണ്ടെത്തുകയായിരുന്നുവെങ്കിൽ നഗരസഭയുടെ നഷ്ടം കുറയ്ക്കാമായിരുന്നു. ഇന്റേണൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് നഗരസഭാ സെക്രട്ടറി പെൻഷൻ തട്ടിപ്പ് കണ്ടെത്തിയത്. ഇത്രയും വലിയ തുകയുടെ വ്യത്യാസം സംഭവിച്ചിട്ടും നഗരസഭയ്ക്ക് ഇത് സംബന്ധിച്ച് യാതൊരു റിപ്പോർട്ടും ഇതുവരെ നൽകിയിട്ടില്ല. ഇന്റേണൽ വിഭാഗത്തിന്റെ പരിശോധന പോലും അറിഞ്ഞില്ലെന്നാണ് സെക്രട്ടറി കൗൺസിലിൽ ആവർത്തിക്കുന്നത്. 24 കോട്ടയം. ഇവിടെ 24 പൂർത്തിയാവുകയാണ്. നമസ്കാരം.